CA Arvind VS, CMA ഫൈനൽ ജൂൺ 2025 എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ടാക്സേഷനിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ജൂൺ 2025 ആപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരു സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയലാണ് ഇന്നത്തെ ഈ ക്ലാസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ. ഈ സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കോപ്പി നിങ്ങൾക്കല്ലാതെ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്കത് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ മെറ്റീരിയൽ നമ്മളിപ്പോൾ ഡിസ്കഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഓക്കെ, സോ ഈ ജൂൺ 2025 എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ജൂൺ 2025 എക്സാമിനേഷൻ നമ്മുടെ ഫിനാൻസ് ആക്ട് 2024 വന്നിരിക്കുന്ന അതുവരെ വന്നിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുകൂടി ചേർത്തിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഫിനാൻസ് ആക്ട് 2024 ശേഷം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നേ ഫിനാൻസ് ആക്ട് 2025 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഈ വരുന്ന ജൂൺ 2025 അത് കഴിഞ്ഞ് വരുന്ന ഡിസംബർ 2025 എക്സാമിനേഷന് ബാധകമല്ല. അത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫിനാൻസ് ആക്ടാണ്. അതിലെ മാറ്റങ്ങൾ നമ്മൾ തൽക്കാലം ഇവിടെ പരിഗണിക്കുന്നില്ല. അത് നമുക്ക് ജൂൺ 2026 എക്സാമിനേഷന് നമുക്ക് ബാധകമാവുന്നുള്ളൂ. സോ ജൂൺ ഫിനാൻസ് ആക്ട് 2024 ഇതിന് തൊട്ട് മുന്നേ വന്ന കഴിഞ്ഞ വർഷത്തെ ഫിനാൻസ് ആക്റ്റിൽ വന്നിരിക്കുന്നത് വരെയുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഈ വരുന്ന ജൂൺ 2025 എക്സാമിനേഷന് ആപ്ലിക്കബിൾ ആവുക. ഫിനാൻസ് ആക്ട് 2024 പറ്റി പറയുമ്പോൾ ഫിനാൻസ് ആക്ട് 2024 2024 അത് നമുക്കറിയാം. 2024 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റ് ഇലക്ഷൻ നടന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ 2024 നമ്മുടെ രാജ്യത്ത് 2 ഫൈനാൻസ് ബില്ലുകൾ ആക്ച്വലി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ റെഗുലർ ഫെബ്രുവരി മന്തിലും, മറ്റൊന്ന് അതൊരു ഇൻ്ററിം ബഡ്ജറ്റായിട്ടാണ് അവതരിപ്പിക്കുക. അതിന് നിയമസാധുത ഉണ്ടാവുകയില്ല, പാർലമെൻറ്റിന് അംഗീകാരം കിട്ടത്തില്ല, അത് ഫിനാൻസ് ആക്റ്റായിട്ട് മാറുകയില്ല. എന്നാൽ അതിനുശേഷം ജനറൽ ഇലക്ഷൻ നടക്കുകയും അതിനുശേഷം ഇലക്റ്റഡ് ആവുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യും, രണ്ടാമത് വീണ്ടും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും, ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കും. അത് വന്നിരിക്കുന്നത് ജൂലൈയിലാണ് വന്നിരുന്നത്. സോ ജൂലൈയിൽ രണ്ടാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഫിനാൻസ് ആക്ട് നമ്പർ 2 2024 എന്നാണ് പറയുക. അപ്പോൾ ജനറൽ ഇലക്ഷൻ നടക്കുന്ന വർഷങ്ങളിൽ എല്ലായ്പ്പോഴും തന്നെ നമുക്കങ്ങനെ 2 ഫിനാൻസ് ബില്ലുകൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് ഇൻ്റരിമും, രണ്ടാമത്തത് മെയിൻ. അപ്പോൾ രണ്ടാമത്തതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക. അപ്പോൾ രണ്ടാമത്തെ ഫിനാൻസ് ബില്ലായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഫിനാൻസ് ആക്ട് നമ്പർ 2 2024. അപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ ആ ഫിനാൻസ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്നുള്ളത് നമുക്ക് ഓരോന്നായി പറഞ്ഞു പോകാം. ആക്ച്വലി ഈ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിനും ഉപയോഗിക്കാവുന്നതാണ് ഒരു പരിധി വരെ. അപ്പോൾ ഞാനത് പറഞ്ഞു പോകാം. ഇപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇൻ്റർമീഡിയറ്റിനും ഫൈനലിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാണ്. ഒരു ലെവൽ കഴിയുമ്പോൾ പിന്നെ ഇൻ്ററിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫൈനലിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കറിയാം ഇതിനകത്ത് സപ്ലിമെൻ്ററി സ്റ്റഡി പേപ്പർ 15 ഫോർ ജൂൺ 2025 സിലബസ് ഇപ്പം നിലവിൽ 2022 സിലബസാണ് ഇപ്പം നമ്മൾ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡയറക്റ്റ് ടാക്സിൻ്റെ പേപ്പർ നമ്പർ അറിയാലോ, ഡയറക്റ്റ് ടാക്സ് പേപ്പർ നമ്പർ 15 ആണ്. യെസ്, ശരി. ആദ്യം തന്നെ മാറ്റം വന്നിരിക്കുന്നത് ഫിനാൻസ് ആക്ട് കൊണ്ടുവന്നത് ഈ ടാക്സ് റേറ്റിലൊരു മാറ്റം കൊണ്ടുവന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2 ടാക്സ് റെജിം നമുക്കുണ്ട്. ഒന്ന് ഓൾഡ് ടാക്സ് റെജിമും മറ്റൊന്ന് ന്യൂ ടാക്സ് റെജിം. ന്യൂ ടാക്സ് റെജിമിന് നമ്മൾ വേറൊരു പേര് കൂടി പറയും, ഡീഫോൾട്ട് ടാക്സ് റെജിം. സോ ഈ ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ: ഡീഫോൾട്ട് ടാക്സ് റെജിം ഫോർ ഇൻഡിവിജ്വൽ HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, സെക്ഷൻ 115 BAC. സോ സെക്ഷൻ 115 BAC ആണ് നമുക്കറിയാം ഡീഫോൾട്ട് ടാക്സ് റെജിം. സോ അതിൽ റേറ്റ് ഓഫ് ടാക്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ 115 BACയുടെ പ്രത്യേകത, ഇത് നമുക്കൊരു 3-4 വർഷം മുന്നേ കൊണ്ടുവന്നതാണ് ഈ ന്യൂ ടാക്സ് റെജിം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അന്ന് കൊണ്ടുവരുമ്പോൾ ഇത് ഇൻഡിവിജ്വലിന് HUFന് മാത്രമേ ബാധകമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത്
ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ എന്നിവർക്ക് കൂടി ഈ പറയുന്ന ന്യൂ ടാക്സ് റെജിം ഇപ്പോൾ ആപ്ലിക്കബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. സോ അതാണ് 115 BAC. ഇപ്പോൾ അത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുക? ഇൻഡിവിജ്വൽ, HUF, AOP, അതർ ദാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. AOP എന്ന് പറയുന്നതിനകത്ത് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ ആക്ച്വലി സഹകരണ ബാങ്കുകൾ AOP തന്നെയാണെങ്കിലും 115 BAC സഹകരണ ബാങ്കുകൾക്ക് ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ BOI, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ഇത്രയും ആൾക്കാർക്ക് ന്യൂ ടാക്സ് റെജിം അഥവാ ഡീഫോൾട്ട് ടാക്സ് റെജിം ബാധകമാണ്. അതിൻ്റെ ടാക്സ് റേറ്റ്, സ്ലാബ് റേറ്റ് പറയുകയാണ്. ഇപ്പോൾ നോർമൽ ഇവർക്ക് കിട്ടുന്ന നോർമൽ ഇൻകത്തിൻ്റെ മേളിലായിരിക്കും സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യുക. സോ അപ് ടു 3 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല. സോ ഫസ്റ്റ് 3 lakhന് ടാക്സ് ഇല്ല. അത് കഴിഞ്ഞ് 3 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയ്ക്കാണ് ഇൻകം എങ്കിൽ യു നീഡ് ടു പേ 5%. അതായത് അടുത്ത 4 ലക്ഷം. സോ നെക്സ്റ്റ് 4 lakhന് 5% ആണ് ടാക്സ് വരിക. അതുപോലെ തന്നെ 7 lakhനും 10 lakhനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത നെക്സ്റ്റ് 3 lakh, അടുത്ത 3 ലക്ഷത്തിന് ടാക്സ് റേറ്റ് വരുന്നത് 10% ആണ്. സോ ഒരാളുടെ ടോട്ടൽ ഇൻകം 10 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ടാക്സ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അടുത്ത 4 ലക്ഷത്തിന് 5%. 4 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോഴത്തേക്കും 20,000 രൂപ വരും. അത് കഴിഞ്ഞിട്ടുള്ള 3 ലക്ഷത്തിന് 10%. 3 ലക്ഷത്തിൻ്റെ 10% 30,000 വരും. സോ 10 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള ഒരാൾക്ക് 20ഉം 30ഉം 50,000 രൂപയായിരിക്കും എന്ത് വരിക? ടാക്സ് ലയബിലിറ്റി വരിക. ദെൻ അടുത്തത് 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം എങ്കിൽ എത്രയായിരിക്കും വരിക? 15% എന്ന് പറയുമ്പോൾ അടുത്ത നെക്സ്റ്റ് 2 lakhs. സോ 12 ലക്ഷം രൂപയാണ് ഒരാളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അയാളുടെ 10 ലക്ഷം രൂപ വരെയുള്ള ടാക്സ് 50,000 രൂപ. അടുത്ത 2 ലക്ഷത്തിന് 15%. 2 ലക്ഷത്തിൻ്റെ 15% എന്ന് പറഞ്ഞാൽ 30,000 രൂപ വരും. സോ അങ്ങനെ വരുമ്പോൾ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 80,000 രൂപ വരെ ടാക്സ് ലയബിലിറ്റി വരാം. 80,000 rupees വരെ ആയിരിക്കും ടാക്സ് ലയബിലിറ്റി വരാം. ഇനി 12 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത 3 ലക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് 3 lakhനാണെന്നുണ്ടെങ്കിൽ 20% വരിക. ടാക്സ് ലയബിലിറ്റി എത്രയാണ് വരിക? 20%. ഇപ്പോൾ ഉദാഹരണത്തിന് 15 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾ 12 ലക്ഷം രൂപ വരെ 80,000 ആണെന്ന് കണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് എത്ര വരും? അടുത്ത 3 ലക്ഷത്തിന് 20%. 3 ലക്ഷത്തിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 60,000 രൂപയായിരിക്കും. 3 ലക്ഷത്തിൻ്റെ 20,000 രൂപ 20% എന്ന് പറഞ്ഞാൽ 60,000 രൂപയായിരിക്കും വരും. 60,000 ആണ്. സോ 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 1,40,000 ആയിരിക്കും അയാൾക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി, അല്ലേ? ഇനി എബവ് 15 lakh ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 15 ലക്ഷത്തിന് മേളിലുള്ള ഇൻകത്തിനെല്ലാം 30% ആയിരിക്കും ടാക്സ് ലയബിലിറ്റി വരുന്നത്. 30%. സോ ഇങ്ങനെയാണ് നമ്മുടെ ടാക്സ് പോകുന്നത്. സോ ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അടുത്ത 4 ലക്ഷത്തിന് 5%. അടുത്ത 3 ലക്ഷത്തിന് 10%. അടുത്ത 2 ലക്ഷത്തിന് 15%. അടുത്ത 3 ലക്ഷത്തിന് 20%. അപ്പോൾ 15 ലക്ഷമായി. 15 ലക്ഷത്തിന് മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് 30% ടാക്സ് റേറ്റ് അപ്ലൈ ആവുക. സോ ഇതാണ് നമ്മുടെ 115 BACയിൽ വന്നിരിക്കുന്ന ഒന്നാമതായിട്ട് വന്നിരിക്കുന്ന മാറ്റം. പിന്നീട് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ഫോർ ടാക്സ് കമ്പ്യൂട്ടഡ് ആസ് പെർ 115 BAC. ഇപ്പം റിബേറ്റ് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം. റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എന്നാണ് ഉദ്ദേശം ആക്കുന്നത്. സോ റിബേറ്റ്, ഡിസ്കൗണ്ട്, ആർക്കാണ് ഈ ഡിസ്കൗണ്ട് കിട്ടുക? അതായത് ടാക്സിൽ നിന്ന് ഡിസ്കൗണ്ട്. സർക്കാർ പറയുകയാണ് നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സിൽ നിന്ന് വി വിൽ ഗീവ് യു എ ഡിസ്കൗണ്ട്. സോ ഹൗ മച്ച് ഈസ് ഡിസ്കൗണ്ട് ആൻഡ് ഹൂ ആർ എലിജിബിൾ ഫോർ ദിസ് ഡിസ്കൗണ്ട്? സോ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ഡിസ്കൗണ്ട് ആർക്കാണ് കിട്ടുക? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. സോ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ ഈ ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. ഇനി എല്ലാ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിനും ഈ ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ 115 BAC ആപ്ലിക്കബിൾ ആവുന്നത് ഇൻഡിവിജ്വൽ, HUF, AOP, BOI, AJP ഇവർക്ക് എല്ലാവർക്കും 115 BAC ആപ്ലിക്കബിൾ ആണ്. പക്ഷേ 115 BAC പ്രകാരം കമ്പ്യൂട്ട് ചെയ്യുന്ന ടാക്സിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമേ കിട്ടത്തുള്ളൂ. നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് പോലും കിട്ടത്തില്ല. ഓൺലി ഫോർ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസ്. ഇനി റെസിഡൻ്റ് ആയാൽ മാത്രം പോരെ, വി നീഡ് ടു സാറ്റിസ്ഫൈ സർട്ടൺ കണ്ടീഷൻസ് ഓൾസോ. എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് നോക്കാം. ആ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ മൊത്തം വരുമാനം കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി ഡസ് നോട്ട് എക്സീഡ് 7 lakh. 7 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോകാൻ പാടില്ല.
സോ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. സോ ടോട്ടൽ ഇൻകം ഷാൽ നോട്ട് എക്സീഡ് 7 lakh. സോ 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് മാത്രമേ ഈ ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. 7 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല. സോ ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇത് ഫൈനൽ ലെവലിലുള്ള കുട്ടികൾക്ക് പിന്നെയും ഗൗരവം ഉണ്ടാകും, കാര്യങ്ങൾ മനസ്സിലാവും. ഇൻ്റർ ലെവലുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ ഓർത്തോ, ഇത് 7 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇൻകം പോയാൽ ഈ ഡിസ്കൗണ്ട് ഇല്ല, ഓർത്തോണം. 7 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് മാത്രമേ ഡിസ്കൗണ്ട് ഉള്ളൂ. അതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എത്രയാണ് നമുക്ക് കിട്ടാവുന്ന പരമാവധി ഡിസ്കൗണ്ട്? സോ പരമാവധി ഡിസ്കൗണ്ട് എത്ര രൂപയാണ് നമുക്ക് നോക്കാം. ലോവർ ഓഫ് ദി ഫോളോയിങ്. ഇനി പറയുന്നത് ലോവർ ആണ്. ഒന്നുകിൽ 100% ഓഫ് ദി ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ടഡ് അബോ, ഒന്നുകിൽ നിങ്ങൾക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റിയുടെ 100%. സോ 100% ഓഫ് ദി ടാക്സ് ലയബിലിറ്റി as computed above or 25,000, അല്ലെങ്കിൽ 25,000 രൂപ whichever is lower. സോ അതാണ്. സോ ഒന്നുകിൽ ഇപ്പം നിങ്ങളുടെ വരുമാനം എത്രയാണോ ആ വരുമാനത്തിൻ്റെ മേളിൽ വരുന്ന മൊത്തം ടാക്സ് എത്രയാണോ ആ ടാക്സ്, അല്ലെങ്കിൽ 25,000 രൂപ whichever is lower. ഇതാണ് നിങ്ങൾക്ക് പരമാവധി കിട്ടാവുന്ന ഡിസ്കൗണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ 7 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയിട്ടുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വരുമാനം ഉദാഹരണത്തിന് 7,10,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിന് അർഹതയുണ്ടോ? ശരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ടിന് അർഹതയുണ്ടോ, റിബേറ്റിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ 7 ലക്ഷം രൂപ വരെ മാത്രമേ വരുമാനമുള്ളവർക്ക് എന്തുള്ളൂ, ഡിസ്കൗണ്ട് ഉള്ളൂ. എങ്കിലും നിങ്ങളിപ്പോൾ 7 ലക്ഷം ജസ്റ്റ് ക്രോസ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയൊരു ടാക്സ് ഇളവാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ടാക്സ് ഇളവ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ആശ്വാസം എന്ന നിലയിൽ നിങ്ങൾക്കൊരു മാർജിനൽ റിലീഫ് ഇവിടെ ഗവൺമെൻറ് തരാൻ ആഗ്രഹിക്കുകയാണ്. സോ marginal relief is given to an assessee if his total income exceeds 7 lakh by a margin. അതാണ് മാർജിനൽ റിലീഫ് എന്ന് വെച്ചാൽ 7 lakhന് മേളിലുള്ളവർക്കെല്ലാം ഈ ആശ്വാസം കിട്ടുമെന്നല്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 8 ലക്ഷം 10 ലക്ഷം ഇൻകം ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ആശ്വാസം കിട്ടത്തില്ല. പകരം ഒരു മാർജിനൽ അളവിൽ നിങ്ങൾക്ക് എക്സീഡ് ചെയ്തു. ഇപ്പോൾ 7,01,000, 7,02,000, 7,03,000, 7,10,000, 7,15,000 ചെറിയൊരു അളവിൽ നിങ്ങൾക്ക് കൂടിപ്പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർജിനൽ റിലീഫ് കിട്ടും. അതും എത്ര രൂപ വരെ വരുമാനം ഉള്ളവർക്കാണ് ഈ മാർജിനൽ റിലീഫ് കിട്ടുക? അതിവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 7,22,220. ഞാൻ ആ മാർജിനൽ റിലീഫ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അത് വേറെ കാര്യം. പക്ഷേ പഠിച്ചു വെച്ചോ, ആ ലിമിറ്റ് നോക്കി വെച്ചോ. 7,22,220 രൂപ വരെ ഇൻകം ഉള്ളവർക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? മാർജിനൽ റിലീഫ് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് അതിന് മേളിൽ വരുമാനമുള്ളവർ റിലീഫ് നോക്കുകയേ വേണ്ട. യു വോണ്ട് ഗെറ്റ് ദിസ് റിലീഫ്. സോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാകും. ഡിസ്കൗണ്ടിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തോ ഉണ്ടായിരിക്കും, ഈ റിലീഫും ഉണ്ടായിരിക്കും. പക്ഷേ അത് എത്ര രൂപ വരുമാനമുള്ളവർക്കാണ്? 7,22,220. ഞാനൊരു പ്രോബ്ലം ചെയ്ത് കാണിക്കുമെന്ന് എന്നോട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സംഭവം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ഇൻകം 7,10,000 ആണ്. 7 lakhൽ നിന്ന് ഒരല്പം കൂടി. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ വണ്ണം നോക്കുകയാണെങ്കിൽ ഇയാളൊരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണെന്ന് വെച്ചോ. 7 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയാൽ റിബേറ്റ് ഇല്ല എന്നാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇയാൾക്ക് ഇവിടെ ഒരു റിലീഫ് എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ 7,10,000 മേലുള്ള ടാക്സ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായാലും റേറ്റ് പഠിച്ചാലും നമുക്ക് ആ റേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണത്. സോ ഫസ്റ്റ് 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല. സോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിൽ. അടുത്ത 4 ലക്ഷത്തിന് 5% യുനോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര വരുന്നുണ്ട്? 20,000. അടുത്ത 7,10,000 അല്ലേ. സോ അടുത്ത 10,000-ന് 10%. 10,000-ന് 10% എന്ന് പറയുമ്പോൾ 1,000 രൂപ വരും. സോ നിങ്ങളുടെ 7,10,000-ന് നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ടാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21,000. നോക്കിയേ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇയാളുടെ ഇൻകം 7 ലക്ഷം രൂപ വരെ ആയിരുന്നു എങ്കിൽ ഇയാളുടെ ടാക്സ് എത്രയായിരുന്നേനെ നമുക്കറിയാം. 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് അടയ്ക്കേണ്ടിയേ വരില്ലായിരുന്നു. 7 ലക്ഷം രൂപ വരെ ടാക്സ് വരുന്ന ആൾക്കാരുടെ ടാക്സ് ലയബിലിറ്റി, 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 0 ഇപ്പം അയാളുടെ ഇൻകത്തിൽ എത്ര രൂപയുടെ വർധനമാണ് വന്നിരിക്കുന്നത്? 10,000 രൂപയുടെ വർധനമാണ് വന്നത്. അതായത് 7,10,000 മൈനസ് 7 ലക്ഷം എന്ന് പറയുമ്പോൾ ഇവൻ്റെ വരുമാനത്തിൽ 10,000 രൂപയുടെ ഇൻക്രീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ ടാക്സിൽ എത്ര ഇൻക്രീസ് വന്നിരിക്കുകയാണ്? 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരുടെ ടാക്സ് 0. അപ്പോൾ നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരുടെ ടാക്സ് എത്രയാണ്? ആദ്യത്തെ 3 ലക്ഷത്തിന് 0, അടുത്ത 4 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോൾ 20,000 അല്ലേ. സോ 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ശരിക്കും ടാക്സ് വരേണ്ടത് 20,000. പക്ഷെ അത് മുഴുവൻ 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഫുൾ അത് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ ഒന്നുകിൽ 100% ഓഫ് ദ ടാക്സ് ഓർ 25,000 whichever is lower. ഇവിടെ 100% ഓഫ് ടാക്സ് എത്ര വരുന്നുണ്ട്? 20,000 അല്ലേ. സോ ആ 20,000 ഓർ 25,000 whichever is lower എന്ന് പറയുമ്പോൾ ആ 20,000 ഇവിടെ എന്തായിട്ട് പോയി?
ഇളവായിട്ട് പോയി. സോ അതുകൊണ്ടാണ് 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരാളുടെ ടാക്സ് എന്താണ്? 0. ഇനി ഇയാളുടെ ഇൻകത്തിൽ 10,000 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ്? ടാക്സിൽ എത്ര രൂപയുടെ ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്? 21,000 ഇൻക്രീസ് ആണ്. 7,10,000 ആയപ്പോൾ ഇവൻ്റെ ടാക്സ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 10,000. നോക്കൂ, വരുമാനത്തിൽ വെറും 10,000 രൂപയുടെ ഇൻക്രീസ് ഉണ്ടായപ്പോൾ ടാക്സിൽ 21,000 രൂപയുടെ ഇൻക്രീസ് വന്നു. അതാണ് ഞാൻ പറയുന്നത്. നോക്കൂ, വരുമാനത്തിൽ 10,000 രൂപയുടെ ഇൻക്രീസ് ഉണ്ടായപ്പോൾ ടാക്സിൽ 21,000 രൂപയുടെ ഇൻക്രീസ് ഉണ്ടാകുന്നു. അത് ശരിയാണോ? അപ്പോൾ അവിടെയാണ് ഒരു ആശ്വാസം, ഒരു റിലീഫ്, ഒരു മാർജിനൽ റിലീഫ് എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. സോ എന്താണ് ഈ മാർജിനൽ റിലീഫ്? എങ്ങനെയാണ് ഈ മാർജിനൽ റിലീഫ്? വരുമാനത്തിൽ 10,000 രൂപയല്ലേ, വരുമാനം വെറും 10,000 അല്ലേ കൂടിയുള്ളൂ. അപ്പം ടാക്സ് 21,000 ആവുന്നത് ശരിയാണോ? അല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് നോക്കി, ഇൻക്രീസ് ഇൻ ടാക്സ് മൈനസ് ഇൻക്രീസ് ഇൻ ഇൻകം. സോ ഇവിടെ ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയുണ്ട്? 21,000 മൈനസ് 10,000. അപ്പോൾ എങ്ങനെ വരും? 11,000 രൂപയുടെ റിലീഫ്, ആശ്വാസം നിങ്ങൾക്ക് തരികയാണ്, ഒരു ഇളവ് നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര ടാക്സ് അടച്ചാൽ മതി? സോ നെറ്റ് ടാക്സ് പേയബിൾ എത്ര അടച്ചാൽ മതി? ഇവിടെ 21,000 ആണ് നിങ്ങളോട് ആദ്യം അടയ്ക്കാൻ പറഞ്ഞത്. അതിൽ നിന്ന് യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് 11,000 റിലീഫ്. സോ യു നീഡ് ടു പേ ഓൺലി 10,000. മനസ്സിലാവുന്നുണ്ടോ? സോ 10,000 രൂപയാണ് നിങ്ങൾക്കിവിടെ നെറ്റ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നത്. സോ ദിസ് ഈസ് വാട്ട് വി കോൾ മാർജിനൽ റിലീഫ്. സോ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ള റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രമേ റിബേറ്റ് ഉള്ളൂ. 7 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ റിബേറ്റിന് അർഹനല്ലെങ്കിൽ പോലും യു ആർ എലിജിബിൾ ഫോർ എ റിലീഫ്. എന്താണ് റിലീഫ്? 7 ലക്ഷത്തിന് മേളിൽ എത്ര പോയി എന്ന് നോക്കുക. സോ അതാണ് ഇൻക്രീസ് ഇൻ ഇൻകം. ആ മൊത്തം വരുമാനത്തിന് മേളിൽ എത്ര ടാക്സ് വന്നു നോക്കുക, അല്ലേ? സോ നിങ്ങളുടെ ആ ടാക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻക്രീസ് ഇൻ ഇൻകത്തെക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് റിലീഫായിട്ട് ഇവിടെ അനുവദിക്കും. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 7,22,220 രൂപ വരെ വരുമാനം ഉള്ളവർക്ക് ഈ റിലീഫ് ഉള്ളൂ. അതിന് മേളിൽ വരുന്നവർക്ക് റിലീഫ് ഇല്ല. സോ റിലീഫ് കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 7,22,220 ആണ്. അതായത് ആ വരുമാനത്തിന് താഴെ ഉള്ളവർക്ക് മാത്രമേ റിലീഫ് കിട്ടുള്ളൂ. ഇതിന് മേളിൽ വരുന്നവർക്ക് എന്തില്ല? റിലീഫ് ഇല്ല. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ടാക്സ് എത്ര വരുന്നുണ്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ വരുമാനം 7,22,220 ആണ്. ഫസ്റ്റ് 3 ലക്ഷം ടാക്സ് ഇല്ല. അടുത്ത 4 ലക്ഷം 5% അപ്പോൾ എത്ര വരുന്നുണ്ട്? 20,000. അടുത്ത 22,220 10%. സോ 2,222. സോ നിങ്ങളുടെ മൊത്തം ടാക്സ് എന്ന് പറയുന്നത് 22,222. നിങ്ങൾക്കറിയാലോ, 7 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഇല്ല. 7,22,220 ആകുമ്പോൾ നിങ്ങളുടെ ടാക്സ് എത്ര വരുന്നുണ്ട്? 22,222 ടാക്സ്. സോ ഇവിടെ നിങ്ങളുടെ ഇൻകം എത്ര കൊണ്ടാണ് ഇൻക്രീസ് ചെയ്തത്? 22,220. ടാക്സ് എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? ഏതാണ്ട് അത് തന്നെയാണ് 22,222 നിങ്ങൾക്ക് ഇൻക്രീസ് വന്നിരിക്കുന്നത്. സോ ഇവിടെ മാർജിൻ റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ ടാക്സ് മൈനസ് ഇൻക്രീസ് ഇൻ ഇൻകം. ഇവിടെ ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയുണ്ട്? 22,222. ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? 22,220. സോ ഒരു 2 രൂപ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? മാർജിനൽ റിലീഫ് കിട്ടുന്നില്ല. പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇതിന് മേളിലേക്ക് പോയാൽ ഈ 7,22,220 എന്ന ലിമിറ്റിന് മേളിലേക്ക് നിങ്ങളുടെ ഇൻകം പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മാർജിനൽ റിലീഫ് കിട്ടത്തില്ല. സോ മാർജിനൽ റിലീഫ് കിട്ടാവുന്ന അങ്ങേ അറ്റത്തെ തുക എന്ന് പറഞ്ഞാൽ 7,22,220. സോ അത് ഓർത്തു വെച്ചോളാം. ഏതാണ്ട് ഇത്ര തന്നെ 22,220 രൂപ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് ആയിട്ട് 2 രൂപ, നേരത്തെ പറഞ്ഞു 2 രൂപ കുറഞ്ഞാൽ 22,220 രൂപ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൻ്റെ അർത്ഥം. യെസ്. സോ ഞാനതാണ് പറഞ്ഞത്. ഇതിൻ്റെ ടാക്സ് റേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യം ഇതാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ടാക്സും റിബേറ്റും കഴിഞ്ഞ്, ടാക്സിൻ്റെ റേറ്റും അതുപോലെ തന്നെ റിബേറ്റും കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് സർചാർജ് ആണ് വരിക. സ്വാഭാവികമായിട്ട് നമുക്കറിയാം. പക്ഷേ സർചാർജ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻകം ടാക്സ് ആണ്. അത് പൂർണ്ണമായും സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം കിട്ടേണ്ട ടാക്സ് ആണ്. അത് ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റുകളുമായിട്ട് വീതം വയ്ക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഇൻകം ടാക്സിൻ്റെ ഒരു വീതം സ്റ്റേറ്റിലേക്കൊക്കെ പോകും. അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വീണോ.
പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊന്നും നോക്കേണ്ട കാര്യമില്ല. സർചാർജിൽ എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? സർചാർജിൽ ആക്ച്വലി വലിയ മാറ്റമൊന്നും ഇവിടെ വന്നിട്ടില്ല. എങ്കിലും ഫിനാൻസ് ആക്ടിൽ റേറ്റിനെ പറ്റി പറയുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് പറയുക. അപ്പോൾ സർചാർജിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നോക്കൂ, സർചാർജ് 50 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് സർചാർജ് ഒന്നും ഇല്ല. സോ 50 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ you don't need to pay any surcharge, you don't need to pay any additional income tax. So if your total income exceeds 50 lakhs and it is up to 1 crore, so that means 50 lakhs-നും 1 CR-നും ഇടയിലാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റിയുടെ 10% നിങ്ങൾ സർചാർജ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരുന്നുണ്ട്. So you need to pay 10% of the tax as surcharge. And ടോട്ടൽ ഇൻകം 1 CR-ന് മേളിൽ പോവാണ്, പക്ഷേ 2 crore വരെയാണെങ്കിൽ 2 crore എക്സീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ then you need to pay 15% of the tax as surcharge. ഇനി 2 കോടിക്ക് മേളിൽ നിങ്ങളുടെ ഈ വരുമാനം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 25% സർചാർജ് കൊടുക്കണം. ഓൾഡ് ടാക്സ് റെജിമിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓൾഡ് ടാക്സ് റെജിമിലെ മാക്സിമം സർചാർജ് റേറ്റ് എന്ന് പറയുന്നത് 37%. നമുക്ക് താഴേക്ക് വരുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ ന്യൂ ടാക്സ് റെജിമിൽ നമ്മൾ പരമാവധി 25% എന്ത് ചെയ്താൽ മതി, സർചാർജ് പേ ചെയ്താൽ മതി. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ 25% എന്ന് പറയുന്നതിൻ്റെ മേളിൽ നിങ്ങൾക്കൊരു സ്റ്റാർ കൊടുത്തിരിക്കുകയാണ് അല്ലേ. 25% എന്ന് പറയുന്നതിൽ ഒരു സ്റ്റാർ. എന്താണ് സ്റ്റാർ? സോ ഇതൊക്കെ നമ്മൾ ഇൻ്റർ ലെവലൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് 3 പ്രത്യേക വരുമാനങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് 3 പ്രത്യേക വരുമാനങ്ങളുണ്ടെങ്കിൽ ആ പ്രത്യേക വരുമാനങ്ങളുടെ മേളിൽ വരുന്ന ടാക്സ്, ആദ്യം അതിലേക്ക് വരാം. ആദ്യം ഏതൊക്കെയാണ് ആ 3 പ്രത്യേക വരുമാനങ്ങൾ? 1 ഡിവിഡൻഡ്, 2 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111A, 3 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 112ഉം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 112A. സോ ഈ 3 പ്രത്യേക വരുമാനങ്ങൾ നിങ്ങളുടെ മൊത്തം വരുമാനം ടോട്ടൽ ഇൻകത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വരുമാനങ്ങളുടെ മേളിലുള്ള ടാക്സ് ലയബിലിറ്റി, നിങ്ങളുടെ ടോട്ടൽ ഇൻകം ചിലപ്പോൾ ഈ പറയുന്ന 2 കോടിക്ക് മേളിൽ പോയിട്ടുണ്ടാകാം. നമുക്കറിയാം 2 കോടിക്ക് മേളിൽ പോയാൽ നിങ്ങൾ എത്ര ശതമാനം സർചാർജ് കൊടുക്കണമെന്നാണ്? 25% സർചാർജ് കൊടുക്കണമെന്നാണ്. പക്ഷേ ഈ 3 വരുമാനം ഇപ്പോൾ 2 കോടിക്ക് മേളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം ചിലപ്പോൾ 2 കോടിക്ക് മേളിൽ പോയിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴും ഈ 3 വരുമാനങ്ങളുടെ മേളിലുള്ള ടാക്സ് നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കണം. ഡിവിഡൻറ്റിൻ്റെ മേളിലുള്ള ടാക്സ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111യുടെ മേളിലുള്ള ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 112 ആൻഡ് 112A, ഈ പറയുന്ന 3 വരുമാനങ്ങളുടെ മേളിലുള്ള ടാക്സ് നമ്മൾ പ്രത്യേകം കണ്ടെത്തി ആ ടാക്സിൻ്റെ മേളിൽ നിങ്ങൾ 15%, പരമാവധി 15% നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, സർചാർജ് അടച്ചാൽ മതി. അതായത് ഈ 3 വരുമാനങ്ങളുടെ മേളിലുള്ള ടാക്സിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യുന്ന ഈ 3 വരുമാനങ്ങളുടെ മേളിൽ വരുന്ന ടാക്സ്, ആ ടാക്സിൻ്റെ മേളിൽ വരുന്ന സർചാർജ് മാക്സിമം 15% റെസ്ട്രിക്റ്റ് ചെയ്യണം. യെസ്, മനസ്സിലാവുന്നുണ്ടോ? അതൊരിക്കലും 25% നമ്മൾ കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. സോ വേർ ദി ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഫിനാൻസ് ആക്ട് പറഞ്ഞിരിക്കുന്ന വേർഡിങ് നമുക്ക് നോക്കാം. വേർ ദ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ്സ് എന്തൊക്കെ വരുമാനമാണ്? ഡിവിഡൻഡ്, എനി ഇൻകം ചാർജബിൾ അണ്ടർ 111A. 111A എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതുപോലെ തന്നെ എന്താണ്? 112 ആൻഡ് 112A, ഇത് രണ്ടും പറയുന്നത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. എല്ലാ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും അല്ല, 111A പറയുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഇതൊക്കെയാണ്. യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്, ഇതൊക്കെ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് 111A. അതേപോലെ തന്നെ 112A അതേ അസറ്റ്സ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. 112 മറ്റ് ക്യാപിറ്റൽ അസറ്റ്സുകൾ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ ഇത്തരം വരുമാനങ്ങളുടെ മേളിൽ വരുന്ന ടാക്സ്, ആ ടാക്സിൻ്റെ മേളിലുള്ള സർചാർജ്, അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ദി സർചാർജ് on the amount of income tax computed on that part of the income. That part of the income എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വരുമാനത്തിനകത്തുള്ള ആ 3 വരുമാനങ്ങളെയാണ് ആ that part of the income എന്ന് പറയുന്നത്. shall not exceed 15%. In other words, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സർചാർജ് higher than 15% is applicable only on tax on income other than dividend income covered under 111, 112, 112A, 111A, 112, 112A. സോ 15% മേളിലുള്ള സർചാർജ് റേറ്റ് ആപ്ലിക്കബിൾ ആകുന്നത് ഏതു വരുമാനത്തിൻ്റെ ടാക്സിന് മാത്രമാണ്?
മൊത്തം വരുമാനത്തിൽ നിന്ന് ഈ പറയുന്ന 3 വരുമാനം ഒഴിവാക്കിയതിന് ശേഷമുള്ള ബാക്കി വരുമാനത്തിൻ്റെ ടാക്സിൻ്റെ മേളിൽ മാത്രമേ 15% മേളിലുള്ള സർചാർജ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. നിങ്ങളുടെ വരുമാനം എത്ര പോയിരുന്നാലും, അതിന് എത്ര കോടി രൂപയായിരുന്നാലും, ഈ 3 വരുമാനത്തിൻ്റെ മേളിലുള്ള ടാക്സിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മാക്സിമം സർചാർജ് റേറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 15%. അതേപോലെ തന്നെ AOP. ഇൻ കേസ് ഓഫ് എൻ AOP കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി കമ്പനികൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു AOP, റേറ്റ് ഓഫ് സർചാർജ് ഓൺ ദി എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് ഷാൽ നോട്ട് എക്സീഡ് 15%. അത് അവരുടെ മാക്സിമം അതിന് എന്ത് വരുമാനം വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അവരുടെ മാക്സിമം സർചാർജ് 15% എന്ത് ചെയ്തിരിക്കുകയാണ്, റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതാണ് ആ ഒരു കാര്യം. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? 1 ടാക്സ് റേറ്റ്, 2 നമ്മൾ റിബേറ്റിനെ പറ്റി കണ്ടു, ദെൻ അതുപോലെ തന്നെ സർചാർജ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതിന് മുന്നേ ഇൻകം ടാക്സിൻ്റെയും സർചാർജിൻ്റെയും കൂടെ നമ്മൾ പേ ചെയ്യേണ്ട ഒരു എക്സ്ട്രാ ചെറിയൊരു ടാക്സ് കൂടിയുണ്ട്. അതായിരുന്നു എന്ത്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇത് എല്ലാവരും തന്നെ പേ ചെയ്തേ പറ്റുള്ളൂ. എത്ര ശതമാനമാണ്? ഫ്ലാറ്റ് റേറ്റ് ആണ്, ഫിക്സ്ഡ് റേറ്റ് ആണ്, 4%. 4% അപ്ലൈ ചെയ്യേണ്ടത് ഏത് എമൗണ്ടിൻ്റെ മേളിലാണ്? ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സർചാർജ്. ടാക്സും സർചാർജും കൂടി ചേർന്ന് വരുന്ന മൊത്തം എമൗണ്ടിൻ്റെ മേളിലാണ് നമ്മൾ 4% സർചാർജ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി റേറ്റ് ഓഫ് ടാക്സ് അണ്ടർ ഓൾഡ് ടാക്സ് റെജിം. ഇതേപോലെ തന്നെ നോക്കാം. ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, ഇവരുടെയൊക്കെ റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറയുന്ന സൂപ്പർ സീനിയർ സിറ്റിസൺ. അപ്പോൾ ഒരു ചോദ്യം, ആരെയാണ് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്? 80 വയസ്സ് തികഞ്ഞിട്ടുള്ള റെസിഡൻസിനെയാണ് നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. നോക്കൂ, 80 വയസ്സ് തികഞ്ഞിട്ടുള്ള റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ സീനിയർ സിറ്റിസൺ. 80 വയസ്സ് തികഞ്ഞിട്ടുള്ള റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. ഇവരുടെ കാര്യത്തിൽ ഓൾഡ് ടാക്സ് റെജിമിൽ 5 ലക്ഷം രൂപ വരെ അവർക്ക് ടാക്സ് ഇല്ല. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കാണെങ്കിൽ, അതായത് അടുത്ത 5 ലക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ എത്ര ശതമാനം ടാക്സ് ആണ്? 20%. നെക്സ്റ്റ് 5 ലാക്ക്, നെക്സ്റ്റ് 5 ലാക്കിനാണെന്നുണ്ടെങ്കിൽ 20%. ഇനി 10 ലക്ഷത്തിന് മേളിൽ പോയാൽ ബാലൻസ് എമൗണ്ട് എത്രയാണ് വരിക? ബാലൻസ് എമൗണ്ടിന് 30%. ഇവിടെ 1 lakh + 30% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഇപ്പോൾ ഒരാൾക്ക് 12 ലക്ഷമാണ് ടാക്സ് എന്ന്, 12 ലക്ഷമാണ് അയാളുടെ ഇൻകം. ആദ്യത്തെ 5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. അടുത്ത 5 ലക്ഷത്തിന് എത്രയാണ്? 20%. 5 ലക്ഷത്തിന് 20% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം അല്ലേ? യെസ്, 1 ലക്ഷം. ഇനി 12 ലക്ഷമാണെങ്കിൽ ഇനി ബാലൻസ് 2 ലക്ഷം. 2 ലക്ഷത്തിന് 30% എന്ന് പറയുമ്പോൾ 60,000. സോ അങ്ങനെ വരുമ്പോൾ 12 ലക്ഷം വരുമാനമുള്ള ഒരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1,60,000 രൂപയായിരിക്കും ടാക്സ് ആയിട്ട് വരിക. സോ ആരെയാണ് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്? 1 80 വയസ്സ് തികഞ്ഞിരിക്കണം, 2 റെസിഡൻ്റ് ആയിരിക്കണം, 3 റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഈ 3 ക്രൈറ്റീരിയ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരാളെ സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആരെയാണ് സീനിയർ സിറ്റിസൺ? 1 60 വയസ്സ് തികഞ്ഞിരിക്കണം, റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കണം. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 60 വയസ്സ് മുതൽ 79 വയസ്സ് വരെ, 80 വയസ്സ് തികയുന്നതിന് തൊട്ട് മുന്നേ വരെ ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സീനിയർ സിറ്റിസൺ. നോക്കിപ്പോൾ 65 വയസ്സുള്ള ഒരു നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസ് ഈ സീനിയർ സിറ്റിസൺ എന്നുള്ള പദവിക്ക് എന്താണ്, അർഹനാണോ? അല്ല. അയാളെ നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് ഇൻകം ടാക്സിൽ പറയാറില്ല. അതേപോലെ തന്നെ 85 വയസ്സായ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഒരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണോ? നമുക്ക് പറയാം. പക്ഷേ ഇൻകം ടാക്സ് നിയമപ്രകാരം സൂപ്പർ സീനിയർ സിറ്റിസൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ആ 85 വയസ്സുള്ള നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വയസ്സായ ആൾക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. സോ ഇവരുടെ കാര്യത്തിൽ എത്രയാണ് ലിമിറ്റ്? ആദ്യത്തെ 3 ലക്ഷത്തിന് ടാക്സ് ഇല്ല, 3നും 5നും ഇടയ്ക്കെന്ന് പറയുമ്പോഴത്തേക്കും നെക്സ്റ്റ് 2 ലാക്ക്, 5% ആണ് ടാക്സ് വരിക. 5നും 10നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 5 ലാക്കിന് എത്ര ശതമാനമാണ്? 20% ടാക്സ് വരിക. 10 ലക്ഷത്തിൻ്റെ മേളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബാലൻസിന് എത്ര ശതമാനമാണ് ടാക്സ് വരിക? 30% ടാക്സ് വരിക. സോ അതാണ് ഇതിൻ്റെ ടാക്സ് റേറ്റ്. സോ ഇങ്ങനെയാണ് നമ്മുടെ റേറ്റ് ഓഫ് ടാക്സ് പോകുന്നത്. ഇനി മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് സാധാരണ 60 വയസ്സിന് താഴെയുള്ളവരോ അല്ലെങ്കിൽ 60 80 വയസ്സിന് മേളിലുള്ള നോൺ റെസിഡൻറ്റിൻ്റെ കാര്യത്തിൽ ആരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പൊതുവായ ടാക്സ് റേറ്റ് എങ്ങനെയാണ്? പക്ഷേ ആ ഒരു കാറ്റഗറിയിൽ ഇൻഡിവിജ്വൽ മാത്രമല്ല ഉൾപ്പെടുന്നത്. അതിനകത്ത് HUF വരും, AOP വരും, BOI വരും, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ വരും, എല്ലാവരും വരും.
ഇവരുടെ കാര്യത്തിൽ എത്രയാണ് ടാക്സ് റേറ്റ് വരിക? അപ് ടു 2.5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇല്ല. 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 5%. അതായത് നെക്സ്റ്റ് 2.50 ലാക്ക്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് 5 ലാക്ക്, ബാലൻസ് 5%, പിന്നെ 20%, പിന്നെ 30%. ഇങ്ങനെയാണ് നമുക്ക് ടാക്സ് റേറ്റ് വരുന്നത്. ഓക്കെ. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87, ഈ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ബോൺ ഓൺ ഓർ ആഫ്റ്റർ 2/4/1965, 2/4/1965 അതിനുശേഷമോ ജനിച്ച ഒരാളെയാണ് നമ്മളിതാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ ജനിച്ചവർ ഒന്നുകിൽ സീനിയർ സിറ്റിസണോ അല്ലെങ്കിൽ വെരി സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസണോ ആകാം റെസിഡൻ്റ് ആണെങ്കിൽ. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ ജനിച്ചിരുന്നാലും ഈ ഒരു കാറ്റഗറി തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നോൺ റെസിഡൻ്റ്, ഇൻഡിവിജ്വൽ. ഇനി റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ന്യൂ ടാക്സ് റെജീമിൽ നമുക്ക് റിബേറ്റ് ഉള്ളതുപോലെ തന്നെ ഓൾഡ് ടാക്സ് റെജീമിൽ നമുക്ക് റിബേറ്റ് ഉണ്ട്. പക്ഷേ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് ആർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ? റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രമേ കിട്ടത്തുള്ളൂ. വരുമാനം എന്തൊക്കെ കണ്ടീഷൻസ് ആണ്? ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി ഡസ് നോട്ട് എക്സീഡ് 5 ലാക്ക്. നേരത്തെ നിങ്ങൾ കണ്ട എത്രയാണ്? ന്യൂ ടാക്സ് റെജീം ആണെന്നുണ്ടെങ്കിൽ അഥവാ ഡീഫോൾട്ട് ടാക്സ് റെജീം ആണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കാണ് റിബേറ്റ് ഉള്ളത്. ഇവിടെ 5 ലക്ഷം രൂപ ഓൾഡ് ടാക്സ് റെജീമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് മാത്രമേ റിബേറ്റ് ഉള്ളൂ. ഇനി എത്രയാണ് റിബേറ്റ്? ലോവർ ഓഫ് ദി ഫോളോയിങ്: ഒന്നുകിൽ 100% ഓഫ് ദ ടാക്സ് ലയബിലിറ്റി ഓർ 12,500. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടുത്തെ പോലെയല്ല. അവിടെ മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ നേരത്തെ പ്രോബ്ലം ഉൾപ്പെടെ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ ആ മാർജിനൽ റിലീഫ് ഇല്ല. അതായത് ഇപ്പോൾ നിങ്ങൾ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്കൗണ്ട് കിട്ടും. റിബേറ്റിൻ്റെ അർത്ഥം ഡിസ്കൗണ്ട് എന്നാണല്ലോ. 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ചെറുതായിട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 5,10,000, 5,05,000, 5,10,000, 5,15,000, നിങ്ങൾക്ക് മാർജിനൽ റിലീഫ് ഇല്ല. ഓൾഡ് ടാക്സ് റെജിമിൽ മാർജിനൽ റിലീഫ് ഇല്ല. സോ മാർജിനൽ റിലീഫ് ഈസ് അവൈലബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് വാട്ട്? ന്യൂ ടാക്സ് റെജിം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി സർചാർജിലേക്ക് വന്നാൽ, ഓൾഡ് ടാക്സ് റെജിമിൽ സർചാർജിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ റേറ്റ് തന്നെയാണ് പോകുന്നത്. എന്തൊക്കെയാണ്? ആദ്യത്തെ 50 ഡസ് നോട്ട് എക്സീഡ് 50 ലക്ഷം രൂപ അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ സർചാർജ് ഉണ്ടോ? ഇല്ല. ഇനി 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ 10%, അവിടുത്തെ അതേ റേറ്റ് തന്നെയാണ്. ഇനി 1 കോടിക്കും 2 കോടിക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% സർചാർജ്. 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ 25% സർചാർജ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ന്യൂ ടാക്സ് റെജിം ആണെങ്കിൽ 2 കോടിക്ക് മേളിൽ പോയാൽ 25% എന്നാണ് പറഞ്ഞത്. ഇവിടെ 2 കോടിക്ക് മേളിൽ പോയി 5 കോടി വരെ, സോ 2 CR-നും 5 CR-നും ഇടയിലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ 25%. അവിടെ 2 CR-ന് മേളിൽ പോയാൽ എത്ര പോയാലും 25% കഴിഞ്ഞു. പക്ഷേ ഇവിടെ 2 CR-നും 5 CR-നും ഇടയിലാണെങ്കിലാണ് 25% വരിക. 5 CR-ന് മേളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 37%. സോ ഇവിടെ 37% വരെ സർചാർജ് നിങ്ങൾക്ക് വരാം. സോ ഓൾഡ് ടാക്സ് റെജിമിൽ പൊതുവേ ടാക്സ് റേറ്റ് വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. ഇവിടെ സർചാർജിൻ്റെ റേറ്റിൽ അത് വ്യക്തമാവുകയാണ്. ഇവിടെ 37% വരെ പോകാം. പിന്നെ ഈ 25%-ൻ്റെ കാര്യത്തിലും നിങ്ങൾ ഈ 37%-ൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ രണ്ടെണ്ണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു രണ്ടിലും ഈ സ്റ്റാർ കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്തായിരിക്കും സ്റ്റാർ? നിങ്ങളുടെ വരുമാനം ഇപ്പോൾ 2 CR-ന് മേളിൽ പോയിട്ടുണ്ടെന്ന് വെച്ചോ, 2 CR-ന് മേളിൽ പോയി, അല്ലെങ്കിൽ 5 CR-ന് മേളിൽ പോയി. എത്രയ്ക്ക് മേളിൽ പോയാലും നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് ഡിവിഡൻഡോ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111A, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 112 ഓർ 112A ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വരുമാനത്തിൻ്റെ മേളിലുള്ള ടാക്സ്, ആ ടാക്സിൻ്റെ മേളിലുള്ള സർചാർജ് പരമാവധി എത്ര ശതമാനം വരെ വരത്തുള്ളൂ? 15% വരെ വരത്തുള്ളൂ. അതിന് മേളിൽ ഒരിക്കലും സർചാർജിൻ്റെ റേറ്റ് ആപ്ലിക്കബിൾ ആവില്ല. ആ വരുമാനത്തിൻ്റെ ടാക്സുകൾക്ക് മാത്രം. വേറെ വരുമാനത്തിൻ്റെ ടാക്സുകൾക്കെല്ലാം 15%-ന് മേളിൽ പോകാം. അത് 25-ഓ 37-ഓ ഒക്കെ ആകാം. നിങ്ങളുടെ വരുമാനം അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കാം. പക്ഷേ ഈ 3 വരുമാനങ്ങളുടെ മേളിലുള്ള ടാക്സിൽ അപ്ലൈ ചെയ്യുന്ന സർചാർജ് റേറ്റ് പരമാവധി 15%. അതൊരിക്കലും ക്രോസ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു AOP, ആ AOPയിലെ മെമ്പേഴ്സ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും പരമാവധി വരാവുന്ന സർചാർജ് റേറ്റ് എത്ര ശതമാനമായിരിക്കും? 15% അതിനപ്പുറം പോകാനായിട്ട് പാടില്ല. നമുക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നോക്കാം. അവിടെ അതിലൊരു വ്യത്യാസമില്ല, എല്ലാവരും പേ ചെയ്യേണ്ടി വരും. 4% ഓഫ് ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സർചാർജ്, ഇതാണ് വരിക. ശരി, നമുക്കിനി പാർട്ട്ണർഷിപ്പ് ഫേം അഥവാ LLPകളുടെ ടാക്സ് റേറ്റ് എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം. പാർട്ട്ണർഷിപ്പ് ഫേം
ഫിക്സഡ് റേറ്റ് ആണ്. പാർട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് റേറ്റ് ആണ്, 30% നിങ്ങൾക്ക് എന്ത് വരുന്നത്. ഫേം അല്ലെങ്കിൽ LLPയുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30%. ഇനി സർചാർജ് നിങ്ങൾക്ക് നോക്കാം. സർചാർജ് 12% ഓഫ് ഇൻകം ടാക്സ് ആണ് നിങ്ങൾക്ക് സർചാർജ് കൊടുക്കേണ്ടി വരുന്നത്. അതും നേരത്തെ നിങ്ങൾ ഇൻഡിവിജ്വൽ അച്ചീവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, എന്താണ് 50 ലക്ഷത്തിന് മേളിൽ പോയാൽ നിങ്ങൾക്ക് സർചാർജ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ പറയുന്നത് 1 കോടി രൂപയ്ക്ക് മേളിൽ പോയാൽ മാത്രം സർചാർജ് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സർചാർജ് അഡീഷണൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. മാർജിനൽ റിലീഫ് ഉണ്ടാകുമോ? ഉണ്ടാകും. ഈ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പക്ഷേ ടാക്സ് കമ്പ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന ഒരു മാർജിനൽ റിലീഫാണ്. അത് ഇവിടെയും നിങ്ങൾക്ക് ഈ സർചാർജ് കൊടുക്കുന്നത് കാരണം നിങ്ങൾക്കൊരു മാർജിനൽ റിലീഫ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ഞാനത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. സോ യു ഹാഡ് ഓൾറെഡി ഹേർഡ് അബൌട്ട് ദാറ്റ് മാർജിൻ റിലീഫ്. യു നോ ഹൗ ടു കമ്പ്യൂട്ട് മാർജിൻ റിലീഫ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു അഗെയിൻ ഡിസ്കസ് ഇറ്റ്. യെസ്, നമ്മൾ ടൈം കൺസ്യൂമിംഗ് ആണ്, നമ്മളത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മളിവിടെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അമെൻമെൻറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്ര ശതമാനമുണ്ട്? 4% ഓഫ് ദ ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സർചാർജ്. അടുത്ത കമ്പനികളുടെ സർചാർജ് റേറ്റ്, കമ്പനികളുടെ ടാക്സ് റേറ്റ് എത്രയാണ്? കമ്പനികളുടെ ടാക്സ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ കമ്പനികളെ പ്രധാനമായി 2 തരംതിരിക്കുന്നു. ഒന്ന് ഡൊമസ്റ്റിക് കമ്പനി, മറ്റൊന്ന് നോൺ ഡൊമസ്റ്റിക് കമ്പനി അഥവാ ഫോറിൻ കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെയാണ് പൊതുവെ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നതെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുകയും ഇന്ത്യക്കകത്ത് പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഓഫീസും വർക്കിങ്ങും എല്ലാം ഇന്ത്യയിലാണ്. നോട്ട് ജസ്റ്റ് മിയർ ലെയ്സൺ ഓഫീസ്. ലെയ്സൺ ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മാത്രമുള്ള ഓഫീസ് അല്ല. പൊതുവെ ഇന്ത്യക്കകത്ത് തന്നെയാണ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ബോർഡും മീറ്റിംഗ് എല്ലാം ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത്തരം കമ്പനികളെ നമ്മൾ ഡൊമസ്റ്റിക് കമ്പനീസ് എന്നാണ് പറയുക. CMA ഫൈനലിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്, എന്താണ് ഡൊമസ്റ്റിക് കമ്പനി എന്നുള്ളത്. ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ട്. സോ ഡൊമസ്റ്റിക് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാക്സ് റേറ്റ്, ഡൊമസ്റ്റിക് കമ്പനികൾ എത്ര ശതമാനമാണ് ടാക്സ് പേ ചെയ്യേണ്ടത് ഇതാണ് നോക്കാം. അപ്പോൾ ഈ വർഷം ഡൊമസ്റ്റിക് കമ്പനി, ഇതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 24-25 പ്രീവിയസ് ഇയറിൽ, അതായത് അസസ്മെൻറ്റ് ഇയർ 25-26 എത്ര ശതമാനം ടാക്സ് പേ ചെയ്യണം, അവർ എത്ര ശതമാനമാണ് ടാക്സ് പേ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ ഈ 24-25 തൊട്ട് മുന്നത്തെ വർഷം, അതായത് ഒരു വർഷം ബാക്കിൽ, കഴിഞ്ഞ വർഷത്തേന് തൊട്ട് മുന്നേ ഉള്ള വർഷം. അപ്പോൾ 24-25 കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 23-24, അതിന് മുന്നത്തെ വർഷം എന്ന് പറഞ്ഞാൽ 22-23. സോ എന്തിനാണ് കഴിഞ്ഞ വർഷത്തേന് തൊട്ട് മുന്നത്തെ വർഷം എടുക്കുന്നത് പറയാം. സോ ഈ കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുന്നത്തെ വർഷത്തെ നമ്മുടെ ടേൺ ഓവർ എത്രയാണെന്ന് നോക്കുക. ഇഫ് ഇറ്റ് ഡസ് നോട്ട് എക്സീഡ് 400 crore, അത് 400 കോടി രൂപ എക്സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇക്കൊല്ലത്തെ നമ്മുടെ വരുമാനത്തിന് നമ്മൾ 25% ടാക്സ് അടച്ചാൽ മതി. 24-25 വരുമാനത്തിന് നമ്മൾ എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം എന്ന് നോക്കേണ്ടത് നമ്മൾ ഈ വർഷത്തെ ടേൺ ഓവർ അല്ല, കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ അല്ല, അതിന് മുന്നത്തെ വർഷത്തെ ടേൺ ഓവറാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ എടുക്കേണ്ടത്? കാരണം ഈ വർഷത്തെ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളൂ. തൊട്ട് മുന്നത്തെ വർഷം നമ്മൾ ഇൻകം എല്ലാം കമ്പ്യൂട്ട് ചെയ്ത് ഒരു വർഷം ടാക്സ് അടച്ചിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ട്സ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നുള്ളൂ വരുന്നുള്ളൂ. ബോർഡ് മീറ്റിംഗ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുള്ളൂ, നടക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മുടെ മുന്നിൽ ഫൈനലൈസായി ഇരിക്കുന്ന എല്ലാം കൊണ്ട് എല്ലാ അർത്ഥത്തിലും ഫൈനലൈസായി, അക്കൗണ്ട്സ് ഫൈനലൈസായി, ഓഡിറ്റ് കഴിഞ്ഞു, അക്കൗണ്ട്സ് ഫൈനലൈസായി, ബോർഡ് അപ്രൂവ് ചെയ്തു, ഓഡിറ്റ് കഴിഞ്ഞു, അതും ബോർഡ് അപ്രൂവ് ചെയ്തു, നേരെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വന്ന് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ആയി കഴിഞ്ഞ് അക്കൗണ്ട്സ് ഫൈനലൈസ് ആയിരിക്കുന്നത് ഏത് വർഷത്തെ കണക്കാണ്? തൊട്ട് മുന്നിലത്തെ വർഷത്തെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രീവിയസ് ഇയർ 22-23 എടുക്കുന്നത്. അപ്പോൾ 24-25 ഇപ്പോൾ പ്രീവിയസ് ഇയർ 24-25 ആരംഭിക്കുന്ന എപ്പോഴാണ്? 1/4/2024. അന്ന് മുതൽ നമുക്ക് TDS, അഡ്വാൻസ് ടാക്സ് ഇതൊക്കെ നമുക്ക് ലൈബിലിറ്റി വരികയാണ്. അന്നേ ദിവസം മുതൽ നമുക്ക് TDS, ഫസ്റ്റ് ഡേ മുതൽ TDS അഡ്വാൻസ്. അപ്പോൾ അതിനൊക്കെ എത്ര ശതമാനം റേറ്റാണ് നമുക്ക് ആപ്ലിക്കബിൾ ആവുക എന്ന് നമ്മൾ അറിയണ്ടേ? നമുക്ക് ടാക്സ് ലയബിലിറ്റി ഫ്രം ദ ഡേ 1 നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവുകയാണ്. അന്നേ ദിവസം മുതൽ നമ്മുടെ റേറ്റ് ഓഫ് ടാക്സിനെ പറ്റി ബോധം ഉണ്ടാവണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1/4/2024 തൊട്ട് മുന്നത്തെ വർഷം 23-24 അക്കൗണ്ട്സ് ഫൈനലൈസ് ആയിട്ടുണ്ടാവുമോ? അതിൻ്റെ തൊട്ട് തലേന്ന് പറയും 31-3-24 അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ, അക്കൗണ്ട്സ് ഒന്നും ആയിട്ടില്ല. സോ 23-24 അക്കൗണ്ട്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ ഫൈനലൈസ് ആയിരിക്കുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 22-23 ഏറ്റവും ലേറ്റസ്റ്റ്. സോ അതുകൊണ്ടാണ് 22-23 കണക്ക് നമ്മളോട് എടുക്കാൻ പറയുന്നത്. സോ 22-23
ടേൺ ഓവർ എത്ര? അത് 400 കോടി രൂപ ക്രോസ് ചെയ്തോ ഇല്ലയോ? 400 കോടി ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ 24-25 നമ്മൾ എത്ര ശതമാനം ടാക്സ് അടച്ചാൽ മതി? 25% ടാക്സ് അടച്ചാൽ. 400 കോടി രൂപ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 400 CR ക്രോസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? 30%. ഇനി ഫോറിൻ കമ്പനികളാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇതിനകത്തൊരു ടാക്സിൻ്റെ റേറ്റിൽ ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ അത് 40% ആയിരുന്നത് ഇപ്പോൾ 35% ആയിട്ട്. ഇൻ കേസ് ഓഫ് എ ഫോറിൻ കമ്പനി ദ റേറ്റ് ഹാസ് നൗ ബീൻ റെഡ്യൂസ്ഡ് ടു 35%. ഇനി സർചാർജിൻ്റെ കാര്യത്തിലേക്ക് വരാം. കമ്പനികൾക്കും സർചാർജ് ബാധകമാണ്. നോക്കൂ, നമുക്കിവിടെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡൊമസ്റ്റിക് കമ്പനി അതുപോലെ തന്നെ ഫോറിൻ കമ്പനി. താഴെ നിന്ന് ആരംഭിക്കാം. 1 കോടി രൂപ ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ 2 കമ്പനികൾക്കും സർചാർജ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി 1 കോടി രൂപ ക്രോസ് ചെയ്തു ബട്ട് ഡസ് നോട്ട് എക്സീഡ് 10 CR ആണ്. ഡൊമസ്റ്റിക് കമ്പനി 7%, ഫോറിൻ കമ്പനി 2%. ഫോറിൻ കമ്പനി ഓൾറെഡി ടാക്സ് കൂടുതൽ അടയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി 10 കോടിക്ക് മേളിൽ പോയാൽ ഡൊമസ്റ്റിക് കമ്പനി 12%, ഫോറിൻ കമ്പനി 5%മാണ് എന്ത് ചെയ്യേണ്ടത്? സർചാർജ് പേ ചെയ്യേണ്ടത്. മാർജിൻ റിലീഫ് ഉണ്ടാകുമോ? ഉണ്ടാകും. യെസ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ബാധകമാണോ? അതെ, ഇവരും 4% ഓഫ് ടാക്സ് ലയബിലിറ്റി ആൻഡ് സർചാർജ് പേ ചെയ്തേ പറ്റുള്ളൂ. അതിപ്പോൾ ഇൻഡിവിജ്വൽ ആവട്ടെ, ഫേം ആവട്ടെ, ഇൻഡിവിജ്വൽ AOP BOI ആര് വേണമെങ്കിലും ആവട്ടെ, എല്ലാ ടൈപ്പ് വ്യക്തികളും ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂടി എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? പേ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇതാണ് നമുക്ക് ടാക്സ് റേറ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ്. ഓക്കെ, നമ്മളിനി അടുത്തതായിട്ട് സെക്ഷൻ 10 ആണ്. എന്താണ് സെക്ഷൻ 10 എന്നുള്ളത് നമുക്കറിയാം. സെക്ഷൻ 10 എന്ന് വെച്ചാൽ ഇൻകം വിച്ച് ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം, അഥവാ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം. നമ്മുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തേണ്ടാത്ത എക്സംപ്റ്റഡ് ആയിട്ടുള്ള ടാക്സബിൾ അല്ലാത്ത ഇൻകം ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. അപ്പം ഇതിൽ ഒട്ടേറെ സെക്ഷനുകളുണ്ട്. 10 ക്ലോസസ്. 10 കഴിഞ്ഞ് 2 ബ്രാക്കറ്റ് വരുന്നുണ്ട്. ആ ബ്രാക്കറ്റ് നമ്മൾ പറയുന്ന ക്ലോസ് എന്നാണ്. അപ്പോൾ ഇവിടെ 10 ക്ലോസ് 4Dക്കകത്ത് ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ഈ 4Dയിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്? 4Dയിൽ 4Dയിൽ ഇനിഷ്യലി പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് എന്ന് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറച്ചുകൂടി വലിയ തലത്തിലുള്ള സംഭവമാണ് ഈ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സമാന്തര നിക്ഷേപം എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണം ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. മെജോറിറ്റി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആർ വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ വേർ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക, ഗവൺമെൻറ് ബോണ്ടുകളിലാണ്, സെക്യൂരിറ്റീസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക, ഡിബഞ്ചേഴ്സിലും മറ്റ് കോർപ്പറേറ്റ് ബോണ്ടുകളിലൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പ്രധാനമായും നമ്മുടെ പണം നിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെറ്റ് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഇപ്പോൾ ഹൈബ്രിഡ് ഫോമിലുള്ള മ്യൂച്വൽ ഫണ്ടുണ്ട്, ബാലൻസ്ഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അങ്ങനെ പല പേരിലുള്ള പല ടൈപ്പിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഏകദേശ ധാരണയൊക്കെ നമുക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പണം ഈ ഫണ്ട് ഹൗസസ് എന്താണ് ചെയ്യുന്നത്? അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ ഏൽപ്പിക്കുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ പണം ഉപയോഗിച്ച് ദേ വിൽ ഇൻവെസ്റ്റ് വേരിയസ് പൂൾസ്. അതിനുശേഷം നമുക്ക് ദേ വിൽ ഇഷ്യൂ യൂണിറ്റ്സ്. പിന്നെ ഈ യൂണിറ്റ്സിനൊരു വില ഉണ്ടാകും, ഫേസ് വാല്യൂ ഉണ്ടാകും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യം വളരുന്ന അനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന യൂണിറ്റ്സിൻ്റെ മൂല്യം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഉയർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇനിഷ്യലി നമുക്ക് തന്നിരിക്കുന്ന, നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തു, നമുക്ക് 10 രൂപ വിലയുള്ള 10,000 യൂണിറ്റ് ആയിരിക്കും പകരം നമുക്ക് തന്നിരിക്കുന്നത്. ശരിക്കും ആ 10,000 യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഈ 10,000 യൂണിറ്റുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു യൂണിറ്റിൻ്റെ വില എത്രയാണ്? 10 രൂപ. അങ്ങനെയാണ് നമ്മുടെ ആ 1 ലക്ഷം രൂപ. ഇനി ആ 1 ലക്ഷം രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ കാലക്രമേണ എന്ത് ചെയ്യും? ഉയരും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉയരുമ്പോൾ ആ ഉയർച്ച നമ്മുടെ യൂണിറ്റ് പ്രൈസിലും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യം ഇപ്പോൾ 1 ലക്ഷം എന്നുള്ളതിപ്പോൾ എന്താണ്? 1,10,000 ആയി. 10% ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ വാല്യൂവിൽ വർധനവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ 10% നമ്മുടെ യൂണിറ്റ് പ്രൈസിലും എന്ത് ചെയ്യും? വർധനവുണ്ടാകും. 10 എന്നുള്ളത് 11 മാറും. എക്സാക്ട്ലി 11 ആവണമെന്നില്ല, കാരണം അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യില്ലേ. സോ അവർ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു വളർച്ച ഉണ്ടായാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പങ്ക് അവരെടുക്കും. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ 10% വളർച്ച ഉണ്ടായാൽ അതേ 10% വളർച്ച നമ്മുടെ യൂണിറ്റ് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല.
അതൊക്കെ അവരുടെ കയ്യിലാണ്, അവർക്കല്ലേ അറിയാമോ എത്രയാണ് വളർന്നതെന്നുള്ളത്, നമുക്കറിയില്ലല്ലോ. എങ്ങനെ നോക്കിയിരുന്നാലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു സേഫസ്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇക്വിറ്റി ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണെന്ന് പറയാം. ഇന്ന് നമ്മുടെ കറണ്ട് മാർക്കറ്റിൽ മോസ്റ്റ് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മോസ്റ്റ് ഓഫ് ദി മ്യൂച്വൽ ഫണ്ട്സുകൾ, അത് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആവട്ടെ, ഡെറ്റ് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആവട്ടെ, നമ്മുടെ റെഗുലർ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് FD ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതലായിട്ട് റിട്ടേൺ തരുന്നവ തന്നെയാണ്. പക്ഷെ അത് വേറെ വിഷയമാണ്, അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിന് ഒരുപാട് പ്രോസ് ഉണ്ട്, ഒരുപാട് കോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം മ്യൂച്വൽ ഫണ്ടിലിട്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആഫ്റ്റർ ഓൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മികച്ച ഹെഡ്ജിങ് ടൂളായിട്ട് കണക്കാക്കാനും കഴിയില്ല. അപ്പം നമുക്ക് ഗോൾഡ് പോലെ വിശ്വസിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ട്. എങ്കിലും അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്തൊക്കെ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണയുണ്ട്. എന്നാൽ അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് ഈ AIF എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ. ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 500 രൂപ മിനിമം 500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ചെറിയൊരു തുക മതി. പക്ഷേ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചതിന് ശേഷം ദാറ്റ് ഫണ്ട് ഹൗസസ് വിൽ ഇൻവെസ്റ്റ്. പക്ഷേ അത് ഈ വെറുതെ ചെറിയ ചെറിയ ഇക്വിറ്റീസിലൊന്നും അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ബിഗ് ബിസിനസ്സുകൾ. ഓക്കെ, അവർ സ്റ്റാർട്ടപ്പുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ, പുതിയ ബിസിനസ്സുകൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹെഡ്ജ് ഫണ്ടുകളിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അവർ ഓൾട്ടർനേറ്റീവ് സമാന്തരമായിട്ടുള്ള ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്. എഗെയിൻ ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റീസ് ഓൾസോ. പ്രൈവറ്റ് ഇക്വിറ്റീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ, പ്രോഫിറ്റബിളായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ എല്ലാം തന്നെ ഇത്തരം ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളുടെ പണം എത്തുന്നുണ്ട്. അവർക്ക് എവിടെ നിന്നാണ് ഈ പണം? നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പണമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം കൊടുക്കാനായിട്ട് പറ്റും. ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് ഇത്തരം വിവിധ ബിസിനസ് സ്ഥാപനങ്ങളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പകരം നമുക്ക് എന്ത് തരുന്നുണ്ട്? റിട്ടേൺ തരുന്നുണ്ട്. അപ്പോൾ ഈ 10-4D പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, IFSC. നിങ്ങൾ ബാങ്കിൻ്റെയൊക്കെ IFSC കോഡ്, ആ IFSC അല്ല, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇന്ത്യയിൽ കുറേ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരേ ഒരു IFSC ഉള്ളൂ. അത് നിലവിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിന് നമ്മൾ ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻഷ്യൽ ടെക് സെൻറ്റർ എന്നാണ് നമ്മളതിനെ പറയുക. അതിന് ഗിഫ്റ്റ് സിറ്റി എന്നുകൂടി നമ്മളതിനെ പറയാറുണ്ട്. അവിടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻ്ററാണ്. ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബാങ്കിങ് വരുന്നുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്, സ്റ്റോക്ക് ബ്രോക്കിംഗ് വരുന്നുണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് വരുന്നുണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള അഡ്വൈസറി സർവീസുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ഇത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഫോറിനേഴ്സിന് വേണ്ടിയിട്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, നോൺ റെസിഡൻറ്റിന് വേണ്ടി, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന് വേണ്ടി, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, വിദേശികൾക്ക് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് ഈ IFSC, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്റർ. പറഞ്ഞു വരുന്നത്, ഈ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളുടെ വരുമാനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒന്നുകൂടി പറയാം, IFSCയിൽ പ്രവർത്തിക്കുന്ന ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളുടെ വരുമാനങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്. ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾക്ക് പലതരത്തിലുള്ള വരുമാനങ്ങളുണ്ട്. അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഡിവിഡൻഡ് കിട്ടും, ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടും. ഇങ്ങനെ പല വരുമാനങ്ങൾ ആർക്ക് കിട്ടുന്നുണ്ടാകും? ഈ പറയുന്ന ഫണ്ടുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അത്തരം ഫണ്ടുകൾക്കെല്ലാം തന്നെ എന്തുണ്ടായിരിക്കും? എക്സംഷൻ ഉണ്ടായിരിക്കും, 10-4D. സോ ദിസ് 10-4D ഈസ്, ഇതിനകത്തൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അമെൻമെൻറ്റ്? നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് ഈ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്ക് നമ്മുടെ സാധാരണ ഇവിടെ നമ്മുടെ ഒരു നോർമൽ SBIയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ നമുക്ക് പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഡീലിംഗ് എല്ലാം നടക്കുന്നത് ഇന്ത്യൻ കറൻസിയിലാണ്. പക്ഷേ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് എന്ന് വെച്ചാൽ ആ ബാങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് വിദേശികൾക്ക് മാത്രമേ ഉള്ളൂ.
നോൺ റെസിഡൻറ്റുകൾക്ക് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല അവരുടെ കറൻസി ഇടപാട് എങ്ങനെയായിരിക്കും നടക്കുന്നത്? ഫോറിൻ കറൻസി, ഇന്ത്യൻ റുപ്പിയിലായിരിക്കില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവിഷൻ ഈ IFSCയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവിഷനുകൾക്കും ഈ 10(4)D എന്ന് പറയുന്ന എക്സംഷൻ ലഭിക്കുന്നതായിരിക്കും. സോ അതാണ് ഈ പറയുന്ന ഈ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവിഷൻ ഓഫ് ആൻ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്. പക്ഷേ ഇവർക്ക് ഈ എക്സംഷൻ കിട്ടണമെങ്കിൽ ഇവർ 31 മാർച്ച് 2024 അതിന് മുന്നേ ആരംഭിച്ചായിരിക്കണം. പക്ഷേ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. അത് ദാറ്റ് ഡേറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡഡ് ടു 31/3/2025. 31/3/2025 വരെ ഈ പറയുന്ന ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവിഷൻ 31/3/2025 ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ 10(4)D എന്ന എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളായി കണക്കാക്കുകയും ദേ കുഡ് എൻജോയ് ദിസ് എക്സംഷൻ എന്നാണ് ആ സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ IFSC, ഈ IFSCയെ പ്രൊമോട്ട് ചെയ്യാൻ, IFSC എന്തിനാണ് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്? IFSCക്ക് പ്രൊമോഷൻ കൊടുക്കുക വഴി ഫോറിൻ ട്രേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നമുക്ക് എക്സ്പോർട്ട്, ദാറ്റ് മീൻസ് ഈ IFSCയിൽ ഇരുന്നു കൊണ്ട് വാട്ട് വി ആർ ഡൂയിങ്, വി ആർ എക്സ്പോർട്ടിങ്. മനസ്സിലായോ? വാട്ട്? സർവീസസ്. വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്യുവർ ഇൻ്റലിജൻസിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അറിവുകളുടെ ബേസിൽ, ടെക്നോളജിയുടെ ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. ഈവൻ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആവട്ടെ, കോസ്റ്റ് അക്കൗണ്ടൻസ് ആവട്ടെ, ഈ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഈ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. സോ നമുക്ക് ഈസി ആയിട്ട് പുറത്തുനിന്നുള്ള ക്ലയൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഗവൺമെൻറ് വിശ്വസിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ CMAക്കാരെ മാത്രമല്ല, ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ്. സോ നിങ്ങളൊരു IFSCയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇളവുകളുണ്ട്. ആ ഇളവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സിലെ സെക്ഷൻ 10 ധാരാളം സ്ഥലങ്ങളിൽ ഈ IFSC റിലേറ്റഡ് ആയിട്ടുള്ള എക്സംഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഫാക്ട് ഈ പറഞ്ഞിരിക്കും ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനാൻസ് ആക്ടിനകത്ത് ഉൾപ്പെടെ നിങ്ങൾക്ക് IFSC റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയും എക്സംഷൻസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് സെക്ഷനാണ് 10(15)B. ഇൻകം ഫ്രം ലീസ് റെൻ്റൽ. വാടക കിട്ടുകയാണ്. എവിടെ നിന്നാണ് വാടക കിട്ടുന്നത്? ക്രൂയിസ് ഷിപ്പ്, ആഡംബര കപ്പൽ. ആഡംബര കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ടൂറിസം. സെക്ഷൻ പറഞ്ഞിരിക്കുന്നതാണ് 10(15)B. എനി ഇൻകം ഓഫ് ഫോറിൻ കമ്പനി. ഒരു ഫോറിൻ കമ്പനിക്ക് കിട്ടുന്ന ഇൻകം എന്ത് ഇൻകമാണ്? ഫ്രം ലീസ് റെൻ്റൽ. വാടകയാണ് കിട്ടുന്നത്. അത് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. വാടകയെ നിങ്ങൾ പല പേരിട്ട് നിങ്ങൾ വിളിച്ചോളൂ. എവിടെ നിന്നാണ് വാടക കിട്ടുന്നത്? ക്രൂയിസ് ഷിപ്പുകളിലാണ്. അപ്പോൾ ഫോറിൻ കമ്പനികൾ ക്രൂയിസ് ഷിപ്പുകൾ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വാടക ഷാൽ ബി എക്സംപ്റ്റ്. അതിനവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. എന്തൊക്കെയാണ്? ഒന്ന്, such income shall be received from a specified company, yes, which operates such ships in India. അതായത് ഈ ഫോറിൻ കമ്പനിക്ക് വാടക കിട്ടേണ്ടത് എവിടെ നിന്നായിരിക്കണം? ഫ്രം എ സ്പെസിഫൈഡ് കമ്പനി. ആ സ്പെസിഫൈഡ് കമ്പനിയുടെ ജോലി എന്താണ്? ഓപ്പറേറ്റിംഗ് ഓഫ് സച്ച് ഷിപ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അത്തരം ഷിപ്പുകൾ ഓപ്പറേറ്റ്. അപ്പോൾ ആ സ്പെസിഫൈഡ് കമ്പനികൾ ഈ ക്രൂയിസ് ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. അവർ ഈ ഫോറിൻ കമ്പനിയിൽ നിന്ന് ഈ പറയുന്ന ഷിപ്പ് വാടകയ്ക്കെടുത്ത് ഓടിക്കുകയാണ്. എന്നിട്ട് അവർ വരുമാനം ഉണ്ടാക്കുന്നു. ആ വാടക ഫോറിൻ കമ്പനിക്ക് കൊടുക്കുന്നു. ഫോറിൻ കമ്പനി അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. സോ വാടക കിട്ടേണ്ടത് ആ സ്പെസിഫൈഡ് കമ്പനിയിൽ നിന്നായിരിക്കണം. ദെൻ സച്ച് ഫോറിൻ കമ്പനി, ആ ഫോറിൻ കമ്പനി ആൻഡ് സ്പെസിഫൈഡ് കമ്പനി, ഈ പറയുന്ന രണ്ട് കമ്പനിയും ആർ സബ്സിഡയറീസ് ഓഫ് ദി സെയിം ഹോൾഡിംഗ് കമ്പനി. ഈ രണ്ട് കമ്പനിയുടെയും ഹോൾഡിംഗ് കമ്പനി ഒന്നായിരിക്കണം. അപ്പോൾ അതാണ് വേറൊരു കാര്യം. ഓക്കെ. ആൻഡ് such income is received or accrues in arise in India for any relevant assessment year beginning on or before 1/4/2030. അപ്പോൾ 1/4/2030 അതിന് മുന്നെയോ ആയിരിക്കണം ഈ വരുമാനം ഉണ്ടാവേണ്ടത്. അപ്പോൾ 2030 വരെ ഈ ഒരു എക്സംഷൻ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഫോറിൻ കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി എന്താണ് ഈ സ്പെസിഫൈഡ് കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പെസിഫൈഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എനി കമ്പനി other than a domestic company which operates cruise ship in India and opted to pay tax in accordance with the provisions of section 44 BBC.
അപ്പോൾ സ്പെസിഫൈഡ് കമ്പനി മീൻസ് എനി കമ്പനി അതർ ദാൻ എ ഡൊമസ്റ്റിക് കമ്പനി വിച്ച് ഓപ്പറേറ്റ് ക്രൂയിസ് ഷിപ്പ് ഇൻ ഇന്ത്യ. അപ്പോൾ ക്രൂയിസ് ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് കമ്പനികളല്ലാത്ത മറ്റ് കമ്പനികളെയാണ് നമ്മൾ എന്ന് പറയുന്നത്. മാത്രമല്ല ആൻഡ് ഓപ്റ്റ് ടു പേ ടാക്സ് ഇൻ അക്കോർഡൻസ് വിത്ത് 44 BBC താഴോട്ട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു എ ഫോറിൻ കമ്പനി ഓർ എ സ്പെസിഫൈഡ് കമ്പനി മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ ഈ രണ്ട് കമ്പനികളും സബ്സിഡറി ആയിട്ടുള്ള വലിയ കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അത് ഒരു കമ്പനി എന്നേ പറയുന്നുള്ളൂ, അതൊരു ഫോറിൻ കമ്പനി ആവണമെന്നില്ല, അതെന്താണ് ഒരു ഇന്ത്യൻ കമ്പനി ആകാം. സബ്സിഡറി കമ്പനി ഓർ സബ്സിഡറി ഇൻ റിലേഷൻ ടു ഹോൾഡിംഗ് കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് holding company exercises control more than 1/2 of the total share capital either at its own or together with one or more of its subsidiary company. അപ്പോൾ സബ്സിഡറി കമ്പനി എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയിൽ 50%-ലധികം ഷെയർ ക്യാപിറ്റൽ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ സബ്സിഡറികൾ വഴിയോ കൺട്രോൾ ചെയ്യപ്പെടുമ്പോഴാണ് ആ ഒരു കമ്പനി സബ്സിഡറി കമ്പനി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എനിവേ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു ഫോറിൻ കമ്പനിയുടെ കാര്യമാണ്. ഫോറിൻ കമ്പനിക്ക് വാടക കിട്ടുന്നു. എവിടെ നിന്നാണ് വാടക കിട്ടുന്നത്? ഒരു സ്പെസിഫൈഡ് കമ്പനിയിൽ നിന്നാണ് വാടക കിട്ടുന്നത്. എന്ത് വാടകയാണ്? ക്രൂയിസ് ഷിപ്പ് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വാടകയാണ്. 1/4/2030 മുന്നേ വരെ ഇത്തരത്തിൽ കിട്ടുന്ന വാടക പൂർണ്ണമായി തന്നെ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. മറ്റൊന്ന് വളരെ വളരെ വലിയൊരു സെക്ഷനാണ് ഇൻകം ടാക്സിലെ സെക്ഷൻ 10 Clause 23C. 1015B നമ്മൾ കണ്ടു. അടുത്ത 10 Clause 23C. ഈ 10 Clause 23C നമുക്ക് ഒരുപാട് കൺഫ്യൂസിങ് ഒക്കെ ആവുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ഈ നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങൾ, പള്ളികൾ, ഗവൺമെൻറ് ആശുപത്രികൾ, യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകൾ, കോളേജുകൾ, ഇവർക്കൊക്കെ ഉള്ള എക്സംഷനെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് 1023C പ്രധാനമായും. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ merger of trust under first regime with the second regime. ഫസ്റ്റ് റെജിം, സെക്കൻഡ് റെജിം, നമ്മുടെ ഓൾഡ് ടാക്സ് റെജിം, ന്യൂ ടാക്സ് റെജിം, ആ റെജിം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ചാരിറ്റബിൾ റിലീജിയസ് സ്ഥാപനങ്ങൾക്ക് 2 തരത്തിലുള്ള എക്സംഷൻ ഉണ്ട്. ഒന്ന് 1023C പ്രകാരമുള്ള എക്സംഷൻ ഉണ്ട്, സെക്ഷൻ 11 പ്രകാരമുള്ള എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആദ്യമായിട്ടൊരാൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 1023C എക്സംഷൻ, അതുപോലെ തന്നെ സെക്ഷൻ 11 എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട കുറേ ക്രൈറ്റീരിയാസും കണ്ടീഷൻസും രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2 എക്സംഷൻ കിട്ടുവാനും 2 രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന എക്സംഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസും പറഞ്ഞിരുന്നത്. ഇത് രണ്ടും കൂടി ഇപ്പോൾ എന്താക്കി? ഒന്നാക്കി, അതിനെ മെർജ് ചെയ്തു. അതാണ് മെർജർ ഓഫ് ട്രസ്റ്റ് അണ്ടർ ഫസ്റ്റ് റെജിം വിത്ത് ദി സെക്കൻഡ് റെജിം എന്നാണ് പറഞ്ഞത്. നോക്കാം. As both the regimes intended to grant similar benefit, the procedure and conditions across the 2 regimes have been aligned over the last few years by Successive Finance Act in order to take forward the process of simplification of procedure and to reduce the administrative burden. It is provided that first regime be sunset and trust funds or institution be transited to the second regime in a gradual manner. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്ന 1023C എക്സംഷൻ കിട്ടുവാനുള്ള ഫോർമാലിറ്റീസിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് 11 എക്സംഷൻ കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം സെക്ഷൻ 12A നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് ഈ 1023C മർജർ ഓഫ് ഫസ്റ്റ് റെജിം ആൻഡ് സെക്കൻഡ് റെജിം പറയും. അടുത്തൊരു സെക്ഷൻ, അമെൻമെന്റ് ടു സെക്ഷൻ 1023EE. അതും ഈ പറഞ്ഞതുപോലെ ഒരു IFSC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സംഷൻ ആണ്. നോക്കാം. സ്പെസിഫൈഡ് ഇൻകം ഓഫ് കോർ സെറ്റിൽമെന്റ് ഗ്യാരണ്ടി ഫണ്ട് സെറ്റപ്പ് ബൈ recognized clearing corporations in IFSC have been exempted. See,
നമ്മുടെ രാജ്യത്ത് സ്റ്റോക്ക് മാർക്കറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ NSE, BSE, MCX, അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ലോയിലൊക്കെ ഇത്തരം സ്റ്റോക്ക് മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റുകളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവിടെയെല്ലാം നിങ്ങൾ ഈ ക്ലിയറിംഗ് കോർപ്പറേഷൻസിനെ പറ്റി ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ രാജ്യത്ത് ചില ക്ലിയറിംഗ് കോർപ്പറേഷൻസുകളുണ്ട്. അതായത് ഇപ്പോൾ NSCCCL എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യെസ്, ഇന്ത്യൻ ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് NSCയുടെ ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. ഇത് BSEയുടെ ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. അതുപോലെ തന്നെ MCXCCL എന്ന് പറയുന്നത് ഇത് കമോഡിറ്റിയുടെ ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. NSDEX എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NSCയുടെ തന്നെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൻ്റെ ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. ഇപ്പോൾ എന്താണ് ഇത് സംഭവിച്ചിരിക്കുക, എന്താണ് സംഭവം എന്നുള്ളത് പറയാം. നമ്മൾ ഈ മാർക്കറ്റ് വഴി നടക്കുന്ന ട്രേഡുകളുണ്ടല്ലോ, ഇടപാടുകളുണ്ടല്ലോ. ഇടപാടിൽ ഒരാൾ വിൽക്കുന്നു, മറ്റൊരാൾ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരാൾ വാങ്ങുന്നു, മറ്റൊരാൾ വിൽക്കും. ഇതാണല്ലോ പരിപാടി നടക്കുന്നു. ഇപ്പം ലോങ്ങിങ്, ഷോർട്ടിങ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിക്ക്, രണ്ട് വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ഇതിൽ ഒരു പാർട്ടി എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടി ഈ ഇടപാട് കാരണം നഷ്ടം വരാൻ പാടില്ല. സോ രണ്ടാമത്തെ പാർട്ടിക്ക് ഉണ്ടാകുന്ന, ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആകുമ്പോൾ രണ്ട് പാർട്ടികളുണ്ടാകും. ആ പാർട്ടികളുടെ രണ്ടാമത്തെ പാർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ മെറ്റ് ചെയ്യുവാനുള്ള ലയബിലിറ്റി ഫൈനലി വന്നു ചേരുന്നത് ഇത്തരം ക്ലിയറിംഗ് കോർപ്പറേഷനുകൾക്കാണ്. ഇത് രണ്ട് പാർട്ടികൾ തമ്മിൽ ട്രേഡിൽ ഏർപ്പെടുന്നു. അതിൽ ഒരു പാർട്ടിയുടെ ഡീഫോൾട്ട് കാരണം മറ്റേ പാർട്ടിക്ക് എന്ത് വരുന്നു? സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സാമ്പത്തിക നഷ്ടം ശരിക്കും പറഞ്ഞാൽ അത് മെറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലി ഫൈനലി ആർക്കാണുള്ളത്? ഈ റെക്കഗ്നൈസ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷനുകൾക്കാണ്. അതായത് നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് വഴി നിങ്ങളൊരു വിന്നിങ് പൊസിഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ട്രേഡാണ്. അതിലൊരാൾ വിജയിക്കും, മറ്റൊരാൾ തോക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ വിന്നിങ് പൊസിഷനിൽ നിൽക്കുകയാണ്, പക്ഷേ നിങ്ങൾക്ക് ആ ഫണ്ട് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫൈനലി ആ ഫണ്ട് നിങ്ങൾക്ക് തരാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഈ ക്ലിയറിംഗ് കോർപ്പറേഷനുകൾക്കുണ്ട്. ഇതിനു വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ടാണ് ഈ കോർ സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട്. കോർ സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്ന് പറയും. ഈ ഗ്യാരണ്ടി ഫണ്ടിലേക്ക് ധാരാളം കോടികളുണ്ട്. ഈ ഫണ്ടിന് അവർ സൂക്ഷിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ അവരെ വിവിധ ബാങ്കുകളിലും സെക്യൂരിറ്റിയിലായിരിക്കുമല്ലോ ഇവർ സൂക്ഷിക്കുക. അപ്പോൾ സ്വാഭാവികമായി ആ ഫണ്ടിന് എന്ത് കിട്ടുന്നുണ്ടാകും? ഒരു ഇൻകം കിട്ടുന്നുണ്ടാകും. ആ ഇൻകത്തിന് 1023EE എന്ന് പറയുന്ന എക്സംഷൻ ലഭിക്കുന്നതായിരിക്കും. സോ അതാണ് അമെൻമെൻറ്റ് ടു സെക്ഷൻ 1023EE ഉദ്ദേശിക്കും. ശരി, ഇനി 1023E വന്നിരിക്കുന്ന അമെൻറ്റ് 1023EE ഓക്കെ. ഇനി 1023EE എന്താണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്? അതായത് നമ്മുടെ ഈ IFSC ഞാൻ നേരത്തെ പറഞ്ഞു, ഈ IFSCക്കകത്തും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗിഫ്റ്റ് സിറ്റി ഗാന്ധിനഗർ, ഈ ഗിഫ്റ്റ് സിറ്റിക്കകത്തും ഒരു ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉണ്ട്. ആ ക്ലിയറിംഗ് കോർപ്പറേഷൻ, അതായത് ആ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഡീൽ ചെയ്യുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കണം, IFSCക്കകത്തുള്ള സ്റ്റോക്ക് മാർക്കറ്റ് വഴി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യക്കകത്തുള്ള റെസിഡൻസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നോൺ റെസിഡൻസിന് മാത്രമേ ഈ IFSC വഴി എന്ത് ചെയ്യത്തുള്ളൂ? ട്രേഡ് നടക്കത്തുള്ളൂ. സോ അവർക്ക് വേണ്ടിയിട്ട് ദർ ഈസ് എന്താണ് റെക്കഗ്നൈസ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ദർ. ആ ക്ലിയറിംഗ് കോർപ്പറേഷൻസും ഈ പറയുന്ന കോർ സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ IFSCക്കകത്ത് പ്രവർത്തിക്കുന്ന റെക്കഗ്നൈസ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷനുകളുടെ കോർ സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് അവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൂടി ഇതിനകത്തേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഇപ്പോൾ എഴുതി ചേർത്തിരിക്കുകയാണ്. നോക്കൂ, സ്പെസിഫിക് ഇൻകം ഓഫ് കോർ സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് സെറ്റപ്പ് ബൈ റെക്കഗ്നൈസ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ആൻഡ് IFSC has been exempted by amending the definition of recognized clearing corporation and regulations in explanation to 1023EE. അതായത് ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ്റെ ലിസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെയിലിൽ എഴുതി തന്നത്. ഇതിനകത്തേക്ക് ഇപ്പോൾ ഏതുകൂടി വരുന്നുണ്ട്? IFSCക്കകത്തുള്ള ഒരു ക്ലിയറിംഗ് കോർപ്പറേഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് 1023FB. The provision of section 1023FB has been amended to expand the scope of venture capital fund. See, venture capital
ഫണ്ടുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളുടെ ജോലി എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ തന്നെ സൂചിപ്പിച്ചായിരുന്നു. സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് കളക്ട് ചെയ്യുന്ന പണം, യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്തെടുക്കുന്ന പണം ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളിലും പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് ഇക്വിറ്റീസിലൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അത് AIF തന്നെയാണ്. സോ AIF തന്നെ എന്താണ് ഈ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 AIF എന്നൊക്കെ പറയും. ഈ ടൈപ്പ് 1 AIF ആണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ചെറുതാണ്, ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടൈപ്പ് 3 ആണ് നമ്മൾ ആദ്യം കണ്ട പോയിന്റ്. അതിനകത്ത് അവരാണ് ഈ പറയുന്ന ഹെഡ്ജ് ഫണ്ടുകളിലും ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ ടൈപ്പ് 1 അവർ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് അവർ കൂടുതലും ചെയ്യുക. സോ അത്തരം AIFകൾക്ക് കിട്ടുന്ന, അത്തരം ഫണ്ടുകൾക്ക് കിട്ടുന്ന ഇൻകം എക്സംപ്റ്റഡ് ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്ക് ലഭിക്കുന്ന ഇൻകം പൊതുവെ എക്സംപ്റ്റഡ് ആണ് എന്നാണ് 1023 പറഞ്ഞിരിക്കുന്നത്. പക്ഷേ the provision of section 1023 have been amended to expand the scope of venture capital fund. ഇപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഡെഫിനിഷനിൽ തന്നെ എന്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്ററിനകത്ത് പ്രവർത്തിക്കുന്ന AIFകൾക്ക് കൂടി ഇപ്പോൾ 1023 എന്ന എക്സംഷൻ ലഭിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി പറയാം, 1023 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് അമെൻഡഡ് ടു എക്സ്പാൻഡ് ദി സ്കോപ്പ് ഓഫ് venture capital fund to include venture capital fund referred in regulation 18(2) of International Financial Service Center Authority റെഗുലേഷൻ 2022. അതായത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെൻറ്ററുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന AIFകൾ, അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്ക് കൂടി ഇപ്പോൾ ഈ പറയുന്ന 1023 എന്ന് പറയുന്ന എക്സംഷൻ ലഭിക്കും. ഓക്കെ, 1034 ഇത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇത് ഇനി അങ്ങോട്ട് വരുന്ന കേസിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. 1050 ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു എക്സംഷനാണ് ഈ 1050 എന്ന് പറയുന്ന സെക്ഷൻ 10 ക്ലോസ് 50. അത് 1/8/2024 മുതൽ ഈ 10 ക്ലോസ് 50 എന്ന് പറയുന്ന സെക്ഷൻ നിർത്തലാക്കി. അത് ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കില്ല എന്നുള്ളതാണ്. സോ ഇതാണ് സെക്ഷൻ 10 വന്നിരിക്കുന്ന വിവിധ മാറ്റങ്ങൾ.